ചങ്കളെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൊത്തം 11 സെന്റ് സ്ഥലം, 2 വീട് വെക്കാനുള്ള സ്ഥലവും സൗകര്യം ഉണ്ട് കേട്ടോ. നിലവിലെ ഈ ഒരു പ്ലോട്ടിനകത്ത് ആക്കണ ഈ കാണുന്ന 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമൊക്കെ ഉള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ചുറ്റുഭാഗം ഉണ്ടാക്കുന്നത് ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം ഫുള്ള് തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ മൗവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ കേട്ടോ. ബേക്കൽ കോട്ടേൻ്റെ അവിടെ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും നമുക്ക് പള്ളിക്കരാണ്. അതുപോലെ തന്നെ നമുക്ക് താലൂക്ക് വരുന്നത് ഹൊസ്ദുർഗാണ്. ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം കൂടി ഒന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ അതാക്കണം ഈ റോഡ് വരുന്നത് നമുക്ക് മൗവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. പഞ്ചായത്ത് റോഡാണ്, കോൺക്രീറ്റ് എല്ലാം ആക്കിയിട്ടുള്ള റോഡാണ്. നമ്മളെ വീട് എന്ന് പറഞ്ഞതാക്കണ് ആ കാണുന്നതാണ് നമ്മളെ വീട് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതാക്കണ ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള കാറും ജീപ്പൊക്കെ വരാൻ സൗകര്യമുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കാസർഗോഡ് നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 17 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ട് ഏകദേശം ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കാഞ്ഞങ്ങാർന്നും വരാം. കാഞ്ഞങ്ങാർന്നാണെങ്കിൽ ഏകദേശം ഒരു 14 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ നമുക്ക് പള്ളിക്കരയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ പ്ലോട്ടിനകത്തോട്ട് എത്തിയിട്ടാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാക്കണേ വാഹനങ്ങളൊക്കെ ഏത് വേണേലും നേരെ മുറ്റത്തോട്ട് കയറി ചെല്ലാൻ സൗകര്യത്തിനുള്ള വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. മുറ്റത്ത് 2-3 വണ്ടിയൊക്കെ നിർത്താൻ സൗകര്യമുള്ള അത്രയും ഗ്യാപ്പ് നമുക്ക് മുറ്റത്തിനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീട് എന്ന് പറയുന്നത് കേട്ടോ. മൊത്തം 11 സെന്റ് സ്ഥലമാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഒരു 5 സെന്റ് സ്ഥലമായിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു വീടും കൂടി എടുക്കാനുള്ള അത്രയും ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ്. പിന്നെ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടും ഫ്രണ്ടിലോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ബോർവെല്ലാണുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതാണ് കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. കറണ്ടിൻ്റെ കണക്ഷനൊക്കെ നിലവിലുള്ളതാണ്. പിന്നെ അതാക്കണേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മിറ്റെല്ലാം ഫുള്ള് ഇൻ്റർലോക്ക് എല്ലാം ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട് കാണട്ടോ. അപ്പോൾ അതാക്കി നമ്മളത് വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇവിടെ കാർ പോർച്ച് എല്ലാം ഉണ്ട്. വണ്ടികളൊക്കെ നേരെ നമുക്ക് പോർച്ചിലോട്ട് തന്നെ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യാം കേട്ടോ. ഇനി ഇങ്ങോട്ട് വരെ സിറ്റ് ഔട്ട് ഇതാക്കണം. ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് വീടിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് ഏകദേശം 3.5 വർഷമായിട്ടുള്ളൂ കേട്ടോ. പിന്നെ നോക്കിയാണെങ്കിൽ നിലമൊക്കെ ഫുള്ള് ടൈലിട്ട് നല്ല കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കളറിലുള്ള നല്ല രസമുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പറഞ്ഞ് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോക്കി അയൽവാസികളായിട്ടുള്ള വീടുകളാണ് ആ കാണുന്നത് മൊത്തം കേട്ടോ. അങ്ങോട്ടാണെങ്കിൽ അതൊക്കെ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇവിടെ ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോർ നമുക്ക് ഫുള്ളും മരത്തിൻ്റെയാണ്, ഡബിൾ ഡോറാണ് വരുന്നത്. നല്ല സിമ്പിൾ വർക്കൊക്കെ ആയിട്ട് ഇനി വരും. നമുക്ക് അകത്തേക്ക് ഹാളിക്കൊന്ന് പോയോട്ടോ. ഇവിടെ വന്നൊക്കെയാണ് നിങ്ങൾ ഹാളിക്ക്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ലൊരു ലിവിങ് സ്പേസ് ആണ്. ഇത് നോക്കി നമുക്ക് എല്ലാവർക്കും ഫാമിലിക്ക് ആയിട്ടിരുന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള അത്യാവശ്യം നല്ല ഗ്യാപ്പ് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ഹാളിലോട്ട് വരുമ്പോൾ. പിന്നെ ഈ ഒരു സൈഡിലോട്ട് ഒരു 3 കള്ളി ജനലുണ്ട്. അതുപോലെ ഈ സൈഡിലേക്കും ഉണ്ട്. 2 സൈഡിലേക്കും 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിലമൊക്കെ നല്ല വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ സൈഡ് വഴിയെല്ലാം ബ്ലാക്ക് കളറിലുള്ള ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്റ്റൈലായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേറെ ഒരു മെയിൻ ഹാളായിട്ട് കുറച്ച് അത്യാവശ്യം നല്ല വലിയൊരു ഹാളായിട്ട് കിടക്കുകയാണ്. ഇപ്പം നിലവിൽ ഇവിടെ ഒരു എന്താ പറയുക ഡൈനിങ് ഏരിയയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ സെറ്റാക്കി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ സ്റ്റെയർ എല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു ഹാളിൽ നിന്നാണ് സ്റ്റെയർ എല്ലാം വരുന്നത്. നമ്മുടെ വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഒരു റൂം ഈ ഭാഗത്താണുള്ളത്. പിന്നെ 2ാമത്തെ റൂം ഇവിടെയാണ് നമുക്ക് 2ാമത്തെ റൂമുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി റൂം മുകളിലാണുള്ളത്. അപ്പം ഇനി റൂമുകൾ ഓരോന്നായിട്ട് കാണാം നമുക്ക്. ആദ്യത്തെ റൂമെന്ന് വന്നൊക്കെയാണ് നിങ്ങൾ വലിയ റൂമാട്ടോ. നല്ല വലിയ റൂം, അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. വലിയ കട്ടിലോ അല്ലെങ്കിൽ വലിയൊരു അലമാരോ ഇനിയിപ്പോൾ എന്താ പറയുക നോക്കിയാൽ ഇപ്പോൾ നേരിട്ട് വലിയൊരു ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്തിട്ട് അങ്ങനെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു കളറിലുള്ള ഷെൽഫൊക്കെയാണ് ആക്കിയിട്ടുള്ളത് ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം. പിന്നെ 2 സൈഡിലും 3 കള്ളി ജനലെല്ലാം ഉണ്ട്. ഈ സൈഡിലേക്കും അതുപോലെ ആ ഒരു സൈഡിലോട്ടും 3 കള്ളി ജനലെല്ലാം ഉണ്ട്. പിന്നെ ടൈൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടതിലുണ്ട് കേട്ടോ. മൊത്തത്തിൽ വീടൊന്നും എവിടെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ്. ഇനി നമുക്ക് അടുത്ത 2ാമത്തെ റൂം കാണിച്ചു തരാം. ഇങ്ങോട്ട് പോകും. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം എല്ലാം ഉണ്ട്. ഇതാണ് എനിക്ക് ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂമാണ് കേട്ടോ. നല്ല കളറുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഒക്കെ. പിന്നെ അതിൻ്റെ ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ഫുൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി വരും 2ാമത്തെ റൂം കാണിച്ചു തരാം കേട്ടോ. എല്ലാം നോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോരല്ലേ വീഡിയോ. നമ്മൾ ഇതിൻ്റെ ഓരോ അരും മുക്കും
മൂലയും മൊത്തത്തിൽ ജനലും വാതിലും കട്ടിലും എല്ലാ സാധനവും വിശദമായിട്ട് കാണിച്ചു തരും. എന്നിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ സ്ഥലം വന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ രണ്ട് സൈഡിലേക്കും വലിയ ജനൽ തന്നെയാണ്, 3 കള്ളി വലിയ ജനൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ മൊത്തം എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. റൂഫൊക്കെ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇടയ്ക്ക് നോക്കിക്കോളി, നല്ല പെയിൻറ്റിങ് വർക്കും വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള കിടുക്കാച്ച പുത്തൻ വീടാണ്. പിന്നെ ഇങ്ങോട്ട് വരി, നമുക്ക് അടുത്തത് ഇനി കാണേണ്ടതാക്കണേ അടുക്കളയാണ് എല്ലാവർക്കും കാണി, നമ്മളെ ലേഡീസിന് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരി, ഈ ഡോറൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് വാ, ഇങ്ങനെ നോക്കിയാണ് നിങ്ങൾ നമ്മളെ വീടിൻ്റെ ഒരു അടുക്കള. എത്രങ്ങാനും വലിയ അടുക്കള എന്നല്ല, അത്യാവശ്യം നല്ല ഗ്യാപ്പ് കേട്ടോ. വലിയൊരു ഹാള് പോലെ അങ്ങനെ വിശാലമായി കിടക്കാണ് അടുക്കളയൊക്കെ. നോക്കി നല്ലൊരു കളർ ടൈലൊക്കെയാണ് നിലത്തിട്ടിട്ടുള്ളത്. നോക്കി നല്ലൊരു വുഡ് ആൻഡ് കളറുള്ള ആ ഒരു സ്റ്റൈലുള്ള ടൈലാണ് നിലത്തിട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് നോക്കിയാൽ ഫുള്ള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ ഭിത്തിയിലെല്ലാം ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല ഭംഗിയുള്ള കളർ, നല്ലൊരു മോഡൽ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇതാക്കണം, ഇവിടെ കറണ്ടിൻ്റെ സ്വിച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മിക്സിയൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു പ്ലഗും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്ത് സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാൻ സൗകര്യമുള്ള വലിയ പാതകമാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ടൈലൊക്കെ ഇട്ടിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ പാത്രമെല്ലാം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ പൊടികളൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ആക്കിയിട്ടുണ്ട്. അതുപോലെ റാക്ക് ഉണ്ട്, വലിയ റാക്കാണ്. അത്യാവശ്യം നല്ല സാധനങ്ങൾ വെക്കാൻ ഗ്യാപ്പുള്ള വലിയ റാക്ക് തന്നെയാണ്. കുറച്ചും കൂടി ഭംഗി കൂടും, ഒന്നുകൂടി അടുപ്പ് കൂടും. പിന്നെ നമുക്ക് ഇനി വിറകടുപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ആലുവ അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുറത്ത് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ചുറ്റിനും ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഭിത്തിയിലാണെങ്കിലും ഫുള്ള് ടൈലിട്ടിട്ടുണ്ട്. കരിയോ പോകെ എന്തൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. എല്ലാവരും ഗ്യാസ് സ്റ്റൗവിലാണ് എല്ലാ സംഭവങ്ങളും പാചകം ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ അടുക്കള. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഫ്രിഡ്ജോ സംഭവങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു എന്താ പറയുക അത്യാവശ്യം നല്ല കാഴ്ച കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഹാളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ അത്യാവശ്യം മൊത്തത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാത്രമല്ല ഫുള്ള് നല്ല ഗ്യാപ്പും നല്ല വിസ്താരത്തിലാണ് എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ, റൂമുകളും മൊത്തത്തിൽ. ഇനി ഇങ്ങോട്ട് വരിക, നമുക്ക് പുറത്തേക്കൊന്ന് പോയി നോക്കാം. ഈ ഡോറൊക്കെ ഇതൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. നല്ല സിമ്പിൾ വർക്കായിട്ട് ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. ഇതാണ് വർക്ക് ഏരിയ. പുറത്തേക്ക് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല കാറ്റും വെളിച്ചൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ബാക്ക് സൈഡിലോട്ട് ഇവിടെ വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ കേട്ടോ. മൊത്തത്തിൽ ഇഷ്ടം പോലെ ചുറ്റുപാട് വീടുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഫുള്ള് ഗ്രില്ലിട്ടിട്ടുണ്ട്, നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂം എല്ലാം ഉണ്ട്. ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂം തന്നെയാണ്. വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. സാധാ ടോയ്ലറ്റാണ്. പിന്നെ ഇതിൻ്റെ മേലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട്. നമുക്ക് അടയ്ക്കോ കുരുമുളകോ, കൂടുതലായും കുരുമുളക് അടയ്ക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തേക്കാനാണ് അങ്ങനത്തെ സ്റ്റോറും നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പൈപ്പും ആ പ്ലഗും സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നിങ്ങളെ ഫ്രണ്ട്സോ റിലേഷനോ ആരെങ്കിലൊക്കെ ഒരു വീടും കൂടി അടുത്ത് താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല സ്ഥലവും സൗകര്യം ഇവിടെ വേറെ ഉണ്ട് അല്ലേ? അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വരെ നമുക്ക് ബാക്കി ഒരു റൂമുള്ള നമുക്ക് മുകളിലാണുള്ളത്. അപ്പം നമുക്ക് മുകളിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. നമ്മൾ നഞ്ഞ് സ്റ്റെയറൊക്കെ ഒന്ന് കാണാൻ നമുക്ക് കിട്ടും. ഒന്ന് നോക്കി ഹാളിൽ നിന്നാണ് നമുക്ക് സ്റ്റെയറിലുള്ള സ്റ്റെയറിൻ്റെ പിടി കണ്ടില്ല, എൻ്റെ സ്റ്റൈലിലുള്ള പിടിയും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്റ്റെപ്പ് ആണെങ്കിലും വേറെ കളർ ടൈലാണ് സ്റ്റെപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയേ ഇവിടെ ഒരു 3 കള്ളി ജനലുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം നമുക്ക് ഹാളിലോട്ട് കിട്ടുന്ന രീതിയിലാണ് ജനലെല്ലാം ആക്കിയിട്ടുള്ളത്. അകത്തോട്ട് ഫുള്ള് നല്ല വെളിച്ചം കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാളിൽ ആരെങ്കിലും ഇരിക്കണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കാണുകയും ചെയ്യാം. പിന്നെ അതെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ നല്ലൊരു ഗ്യാപ്പെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മുകളിൽ ഒരു റൂമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് മുകളിലത്തെ റൂം. അപ്പോൾ ഈ ഒരു റൂമൊന്ന് കാണാം നമുക്ക്. വാ ഒന്ന് നോക്കിയാൽ വലിയ റൂമാട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ റൂമിന് ഈ സൈഡിലൊരു 3 കള്ളി ജനലെല്ലാം ഉണ്ട് നോക്കിയേ. പിന്നെ ഈ ഒരു എന്താ പറയുക ഇവിടെ ഫുള്ള് വൈറ്റ് കളറുള്ള ടൈലാണ് ഇട്ടുള്ളത്. റൂമൊക്കെ ഫുള്ള് നീറ്റാണ്. എവിടെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 2 കള്ളി ജനലെല്ലാം ഉണ്ട്. പിന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇവിടെ. ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂം തന്നെയാണ്, നല്ല സൗകര്യമുള്ള തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു റൂമും കൂടിയൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ പുറത്ത് അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ നമുക്ക് പുറത്തോട്ടൊന്ന് പോയി കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഇനി നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു റൂമും കൂടെ കിടക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഉണ്ട് ഇവിടെ. ഇനി ഇപ്പോൾ എല്ലാം നമുക്ക് വേറെ ഡ്രസ് വർക്കെല്ലാം ചെയ്ത് തുണികളൊക്കെ വിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഷെഡ് മൊത്തത്തിൽ ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ട് ആ സെറ്റപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കട്ടോ.
അപ്പോൾ മേളിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ വീടെല്ലാം ഉണ്ട്. ഫുള്ള് വീടുകളാണ് അടുത്തിട്ടോ. നല്ലൊരു ഏരിയ തന്നെയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരെ സേഫായിട്ട് എവിടെയെങ്കിലും നല്ല അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലൊക്കെ എവിടെയെങ്കിലും താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഇത്രയാണ് വ്യൂ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് അങ്ങോട്ട് പോയി നോക്കട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വീടും സ്ഥലവും നിങ്ങൾ എടുക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്കൂളുകളൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടാൻ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. ഗാർഡിയൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ടൊക്കെ പറഞ്ഞൊരു 5 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ ബാൽക്കണീൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടുന്ന് പുറത്തേക്കുള്ള നമ്മൾ കയറി വന്ന വഴിയും സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളെ വീടിൻ്റെ എത്രയൊക്കെയാണ് നമ്മളെ വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ കേട്ടോ. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് പുറത്ത് എന്തൊക്കെ സംഭവങ്ങളുള്ളതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ അകത്തെ സൗകര്യങ്ങൾ മൊത്തത്തിൽ കണ്ടുകഴിഞ്ഞില്ലേ, ഇനി വരെ നമുക്ക് പുറത്ത് ബാക്ക് സൈഡിലൊക്കെ ഒന്ന് മൊത്തത്തിൽ കാണാം കേട്ടോ. നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ മിറ്റെല്ലാം ഫുള്ള് ഇൻ്റർലോക്ക് എല്ലാം ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് പിന്നെ ചുറ്റുഭാഗം ഇതേപോലെ മതിലെല്ലാം കെട്ടി മൊത്തം ബൗണ്ടറി തിരിച്ചിട്ടേക്കണാണ്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെടികളെല്ലാം നടാനുള്ള ഒരു ഗ്യാപ്പെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലം മൊത്തം 11 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിനകത്ത് നമുക്ക് ഈ ഒരു വീട് ഈ ഒരു സൈഡിലോട്ട് മാക്സിമം ഈ ഒരു സൈഡിലോട്ട് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പുറത്ത് വേറെ ഒരു വീടും കൂടി എടുക്കാൻ സൗകര്യത്തിനാണ് നമ്മൾ ഈ ഒരു വീട് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ബാക്ക് സൈഡിലോട്ട് ഇങ്ങോട്ട് വരാൻ നോക്കണ്ടെങ്കിൽ ഇവിടെയും ഫുള്ള് മതിലെല്ലാം കെട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരാണ്ടെങ്കിൽ നമുക്കിവിടെ അടുത്തുള്ള ആരാധനാലയങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് തൃക്കണ്ണാട് അമ്പലമുണ്ട്. ഏകദേശം ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരമുള്ള അങ്ങോട്ട്. പിന്നെ പനയാൾ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രമുണ്ട്. അങ്ങോട്ടൊരു 2.5 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് മുസ്ലിം പള്ളിയൊക്കെ നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരത്തിൽ മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ. പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിലാണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീട് സ്ഥലം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്ത് നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം അകലത്തിൽ മൗവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു വീട് വരുന്നത്. ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. മൊത്തം 1700 സ്ക്വയർ ഫീറ്റ് പണിതൊരു വീടും അതുപോലെ തന്നെ മൊത്തം 11 സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ള കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 55 ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലൊക്കെ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. എൻ്റെ നമ്പർ 97 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിലിനും അറിയാൻ വേണ്ടിയിട്ട് ഓണറുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.